ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പിന്നെ ചെയ്യാൻ പോകുന്നത് റേഷൻ കടയിലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അധിക പേരും ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നായിരിക്കും ഈ ഒരു നുറുക്ക് ഗോതമ്പ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കാം. ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം സവാളയും ഒരു പച്ചമുളകും അല്പം കരിവേപ്പിലയും ചെറിയൊരു ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് എടുത്തത് കൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് ചേർത്ത ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാൻ വേണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇവിടെ ഇതേപോലെ വറ്റി വന്നതിനാൽ ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ വേവ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം ഇത് കാണുമ്പോൾ വെന്ത് കുഴഞ്ഞു പോയ പോലെ ഉണ്ടാവും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ചു വെക്കാതെ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ഇതേപോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.